എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലൂതറൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ സംഘടിപ്പിക്കുന്ന സ്വർഗസുധ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധ്യാനവചസ്, ദൈവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടിയോളും ഞാനും, ദൈവസന്നിധി തുടങ്ങി 5ഓളം സെഗ്മെന്റുകളാണ് ഈ പ്രോഗ്രാമിൽ അണിനിരക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ സെഗ്മെന്റുകളിലേക്ക് കടക്കാം. ആദ്യ സെഗ്മെന്റ് ധ്യാനവചസ്. ശ്രദ്ധയോടെ നമുക്ക് വചന സന്ദേശത്തിലേക്ക് കടക്കാം. ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ സുപരിചിതമായ ഒരു പാഠഭാഗമാണ് ഇത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം കർത്താവായ യേശുക്രിസ്തു തൻ്റെ 2ാം വരവിനെയും അതിനോടനുബന്ധമായി നടക്കുന്ന ന്യായവിധിയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് കർത്താവ് പറയുന്നത് 10 കന്യകമാരെക്കുറിച്ചാണ്. മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന 10 കന്യകമാർ. എല്ലാവരും മണവാളന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ 5 പേർ ഒരുക്കമുള്ളവരായി അവർ വിളക്കിൽ എണ്ണ കരുതി കാത്തിരുന്നു എന്നാണ്. 5 പേർ എണ്ണ കരുതിയില്ല. എണ്ണ കരുതാത്തവർ പുറത്തു തള്ളപ്പെടുകയും എണ്ണ കരുതിയിരുന്നവർ ഇങ്ങനെ മണവാളനോടുകൂടെ ഇങ്ങനെ മണവറയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്ന് ആണ് ആ സംഭവം നമ്മൾ വായിക്കുന്നത്. ലോകത്തിൽ 2 തരം മനുഷ്യർ ഉണ്ട്. എല്ലാ ഇടങ്ങളിലും അങ്ങനെയുണ്ട്. കുടുംബത്തിലായിരുന്നാലും സാമൂഹിക ബന്ധങ്ങളിലായിരുന്നാലും എല്ലായിടത്തും അങ്ങനെയുണ്ട്. വിവേകമുള്ളവരെന്നും വിവേകമില്ലാത്തവരെന്നും എന്നിങ്ങനെ 2ആയിട്ട് മനുഷ്യനെ തരംതിരിക്കാം. ഈ ക്രിസ്തു ഇവിടെ പറയുന്ന പാഠഭാഗത്തിലും വിവേകമതികളായ 5 കന്യകമാരും വിവേകമില്ലാത്ത 5 കന്യകമാരും പാഠഭാഗം നമ്മൾ ചുരുക്കമായിട്ട് കേട്ടുകഴിഞ്ഞു. ഈ പാഠഭാഗത്തിൽ നിന്നും കർത്താവ് നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ കരുതലുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ മലയാളം പരിഭാഷയിൽ എണ്ണ എടുത്തില്ല എന്നതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. മറ്റൊരു പരിഭാഷയിൽ കാണുന്ന അവർ എണ്ണ കരുതിയില്ല എന്നാണ്. ഒരു പക്ഷേ കരുതിയില്ല എന്ന വാക്ക് കുറേ കൂടെ ഭംഗിയുള്ളതാണെന്നുള്ളതാണ്. ഈ കരുതലുള്ളവരായിരിക്കുക ജീവിതത്തിൽ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിൻ്റെ ലോകമെന്ന് പറയുന്നത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സുഖിക്കുക എന്നിങ്ങനെ കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാളേക്ക് വേണ്ടി കരുതാത്ത പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു കരുതൽ ഉള്ളവരായിരിക്കുക. നാളെക്കുറിച്ച് ഒരു കരുതലുണ്ടായിരിക്കുക, മക്കളെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കുക, സമ്പത്തിനെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഈ 10 കന്യകമാരിൽ 5 പേർ തങ്ങൾക്ക് ലഭിച്ച എണ്ണ ധൂർത്ത് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ ബിസിനസ്സുകാരായ പല ആളുകളും ബിസിനസ് പൊളിഞ്ഞു പോകുന്നു. ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ ചിരകാലം കഴിയുമ്പോൾ പാപ്പരായിത്തീരുന്നു. ഉദ്യോഗത്തിലിരിക്കുന്നവർ റിട്ടയർമെൻറ്റ് കാലം കഴിയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പാപ്പരായിത്തീരുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന കാര്യം ഇതാണ്, ഈ ധൂർത്ത് എന്നതാണ്. കർത്താവ് ഒന്നാമതായിട്ട് നമ്മോട് പഠിപ്പിക്കുന്ന കാര്യം ധൂർത്ത് എന്നതൊരു പാപം എന്നാണ്. കരുതുക, ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാത്തിനെയും കരുതുക. അത് സമ്പത്താകട്ടെ, കഴിവുകളാകട്ടെ, കുടുംബമാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, എന്തിനേയും ഇങ്ങനെ കരുതാനായിട്ട് നാം പഠിക്കുക എന്നതാണ് കർത്താവ് ഒന്നാമതായിട്ട് നമ്മോട് പഠിപ്പിക്കുന്നത്. അപ്പോൾ 2ാമത്തെ കാര്യം, എണ്ണ തീർന്നുപോയി. ഇവർക്ക് 5 പേർക്ക് എണ്ണ തീർന്നുപോയി. അതിന് പരിഹാരം എന്താണ്? ഈ 5 പേർ കരുതി വെച്ചിരുന്ന 5 പേരോട് പോയി ചോദിക്കുകയാണ്, ഞങ്ങൾക്കും കുറച്ച് എണ്ണ തരണമെന്നാണ്. ഉള്ളവരോട് പോയി ചോദിക്കുക. ഉള്ളവരോട് ചോദിച്ചു, പക്ഷെ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവർ പറയുന്നത് ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരാതിരിക്കാൻ ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും പോയി വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവന് മറ്റുള്ളവന് അവന് ലഭിച്ച ചില നന്മകളൊക്കെ പകരാൻ കഴിയാതെ, സമ്പത്ത് പകരാമായിരിക്കാം, മറ്റ് ചില കാര്യങ്ങൾ പകരാമായിരിക്കാം, പക്ഷേ ജീവിതത്തിനുള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ചില നന്മകളെ ഇങ്ങനെ ഒരു പക്ഷേ പകർന്നു കൊടുക്കാൻ കഴിയാതെ പോകും. 2ാമത്തെ പരിഹാരമാർഗം കടകളിൽ പോയി വിൽക്കുന്ന ഇടങ്ങളിൽ പോയി വാങ്ങുക എന്നുള്ളതാണ്. അത് കണ്ടുപിടിച്ചു. അവർ ഇങ്ങനെ വിൽക്കുന്ന ഇടത്തേക്ക് പോയി വാങ്ങാനായിട്ട് പോകുകയാണ്. വാങ്ങിച്ചു, എണ്ണ ലഭിച്ചു, തിരികെ വന്നു. പക്ഷേ പ്രശ്നം എന്താണ്? ആ തിരികെ വന്നപ്പോൾ അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ലഭിച്ചപ്പോൾ ഉപയോഗമില്ലാതെ പോയി. എന്താണ് കാരണം? മണവാളൻ അപ്പോഴേക്കും വന്നു. കരുതിയിരുന്ന മണവാട്ടിമാർ മണവാളനൊപ്പം മണിയറയിൽ പ്രവേശിച്ചു എന്നാണ് കാണുന്നത്. എന്നിട്ട് ഒടുവിൽ അവിടെ നിന്നൊരു ശബ്ദമുണ്ടായി. എന്താണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നൊരു ശബ്ദമുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ മണവാളൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. കാലാകാലങ്ങളായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നവരാണ് മണവാളനായി ക്രിസ്തു വാനമേഘങ്ങളിൽ വരും, മണവാട്ടി സഭയെ ചേർത്തുകൊള്ളും. മണവാളൻ ക്രിസ്തുവാണ്. ഈ അറിവ് നമുക്കുണ്ട്. പക്ഷേ മണവാളനായ ക്രിസ്തുവിനെ എതിരേൽക്കാൻ നാം ആരും ഒരുങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിവുണ്ട്, അറിവ് പ്രയോജനപ്പെടുത്താതെ പോകുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം. ഈ 5 കന്യകമാർക്ക് അറിവുണ്ട്, മണവാളൻ വരുമെന്നുള്ള ഉറപ്പാണ്.
ആ ഉറപ്പിൽ നിന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെ മണവാളനെ എതിരേൽക്കാൻ തക്ക വിധത്തിൽ ഒരുങ്ങിയിരിക്കാൻ അവരുടെ അറിവുകളെ ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. ക്രിസ്തു നമ്മോട് പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് അറിവുണ്ട്, അറിവിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഒരു എണ്ണ വാങ്ങി തിരികെ വന്ന എണ്ണ കൊണ്ട് അവർക്കൊരു ഉപയോഗം ഇല്ലാതെ പോയി. കാരണം എന്താണ്? സമയം കഴിഞ്ഞു പോയി. വേദപുസ്തകം അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ എല്ലാത്തിനും സമയമുണ്ട്. വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, നടുവാനൊരു കാലം, വളർത്താനൊരു കാലം, ഇങ്ങനെ കരയാനൊരു കാലം, സന്തോഷിക്കാനൊരു കാലം, എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം അതാതിൻ്റെ സമയത്ത് തക്കത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ പരാജയം അനുഭവിക്കുമെന്ന് വേദപുസ്തകം കൃത്യമായിട്ട് നമ്മോട് അടയാളപ്പെടുത്തുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം തന്നെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, യൗവനക്കാരാ, യൗവനത്തിൽ നിൻ്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നീ ഇച്ഛിക്കാത്ത സമയം നിനക്ക് വന്നു ഭവിക്കും. തിരുത്താമെന്ന് വിചാരിക്കുന്നൊരു സമയം നിനക്കുണ്ടാകും, തിരുത്താൻ കഴിയാതെ പോകും എന്നുള്ളതാണ്. എല്ലാ തലങ്ങളിലും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക. എല്ലാ ഇടങ്ങളിലുമുണ്ട്. കുടുംബ ബന്ധങ്ങളിലാകട്ടെ, സാമൂഹിക ബന്ധങ്ങളിലാകട്ടെ, സഭയിലാകട്ടെ, വിശ്വാസ ജീവിതത്തിലാകട്ടെ, ആത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു നാൾ വാതിലടയ്ക്കപ്പെടും. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നൊരു ശബ്ദം കേൾക്കേണ്ടി വരും. പല കുടുംബ ബന്ധങ്ങളുടെയും തകർച്ചകൾ നോക്കുക. ഭാര്യയെ സ്നേഹിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ, മക്കളെ സ്നേഹിക്കാൻ ഒക്കെ ഉള്ള സമയം ഇങ്ങനെ പാഴാക്കിയതിന് ശേഷം പിന്നീട് ആ ബന്ധങ്ങളിങ്ങനെ അറ്റുപോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ വിചാരിക്കുന്നു അതൊന്നും തിരികെ പിടിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന്. പക്ഷേ തിരികെ പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ അകന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. കർത്താവ് നമ്മോട് പഠിപ്പിക്കുന്നു, എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ സമയം ഉപയോഗിക്കുക. ഒന്ന്, ആത്മീകമായ കാര്യത്തിൽ ക്രിസ്തു പറഞ്ഞു, എന്താണ്? ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കള്ളൻ രാത്രി വരുന്നത് പോലെ ക്രിസ്തുവിൻ്റെ വരവാകും, എപ്പോഴും നമുക്കറിയുകയില്ല. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ ഉടനീളം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ഒരുക്കമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഈ ജാഗ്രതയോടുകൂടെ ഒരുക്കമുള്ളവരായിരിക്കുക, സമയം തക്കത്തിൽ വിവേകത്തോടുകൂടെ ഉപയോഗിക്കുക. ആത്മീകമായ തലത്തിൽ ക്രിസ്തുവിനെ എതിരേൽക്കാൻ വേണ്ടി. 2, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമയങ്ങൾ നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കണം. കുടുംബ ബന്ധങ്ങളെ ബലപ്പെടുത്തേണ്ട സമയത്ത് ബലപ്പെടുത്തണം, സാഹോദര്യങ്ങളെ ബലപ്പെടുത്തേണ്ട സമയത്ത് ബലപ്പെടുത്തണം. ഇങ്ങനെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്ന മക്കളായിട്ട് ജീവിക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെ വഴി നടത്തി കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. വളരെയധികം ആഴമേറിയ ഒരു ധ്യാന ചിന്തയാണ് നമ്മുടെ മുമ്പിലൂടെ ഇപ്പോൾ കടന്നുപോയത്, അല്ലേ? അടുത്തതായി ഒരു മധുരമേറിയ ഒരു പാട്ട് ആസ്വദിച്ചാലോ? ദൈവസംഗീതത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു ഒരു മധുരമായ പാട്ട്.
സംഗീതത്തിലൂടെ പാട്ട് കേട്ട് എല്ലാവരും ആസ്വദിച്ചിരിക്കുകയാണല്ലേ? എന്നാൽ അടുത്ത സെഗ്മെന്റ് വളരെ ശ്രദ്ധയോടെ നാം വീക്ഷിക്കേണ്ട ഒന്നാണ്. താങ്ങുന്ന തകരുന്ന മനസ്സിനെ കൈക്ക് പിടിച്ചുയർത്തുവാൻ കൗൺസിലിങ്ങിന് കൊണ്ട് സാധിക്കും. അതെ, അടുത്തതായി വരുന്നു സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ കൗൺസിലിംഗ് ടോക്കിൽ പറയുവാനായി പോവുക. ആത്മഹത്യ ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, പ്രണയ നൈരാശ്യമുണ്ടാകുമ്പോൾ, പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ മാനക്കേട് ഉണ്ടായി എന്ന് തോന്നുമ്പോൾ, ജീവിതത്തിൽ കടഭാരം വർദ്ധിച്ചു എന്ന് തോന്നുമ്പോൾ നിറയെ ആൾക്കാർ വിചാരിക്കുന്നത് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാമെന്നാണ്. എന്നാൽ അത് ഒരു പരിഹാരം അല്ല. ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ആത്മഹത്യ. എങ്കിലും പലപ്പോഴും മനുഷ്യരെക്കുറിച്ച് പറയുന്ന പഠനങ്ങളിൽ ഒന്ന്, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആരുമില്ല എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ ഒരുപക്ഷെ നിരാശയുടെ അങ്ങേയറ്റത്ത് എത്തുമ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായി എന്ന് വന്നേക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടു എന്ന് വന്നേക്കാം. എന്നാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ചിലപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് നീ പോയി ചത്തുകള, തൂങ്ങിച്ചാകട, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്നൊക്കെയുള്ള വാക്കുകൾ. മറ്റേ ആളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആഴമേറിയ മുറിവുകൾ എത്രയാണ് എന്ന് പലപ്പോഴും നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കും, ബുദ്ധിമുട്ടുകളുണ്ടാക്കും. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുമ്പോൾ തന്നെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യം വരുത്തുവാനും സാധിക്കും. ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായുള്ള ചിന്തയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ ജീവിതത്തെ തിരിച്ചു വിളിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാൻ, അവരുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്താരം ഒരുക്കുവാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും. എങ്ങനെയാണ് ഇങ്ങനെയുള്ള സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തുക? നമ്മുടെ ചുറ്റുപാടും അങ്ങനെയുള്ള ഒരുപാട് പേർ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വാക്കുകൾ അവരുടെ ജീവിതത്തെ മാറ്റും. ഒന്നാമത് ഇത്തരത്തിലുള്ള ചിന്തയുടെ തുടക്കമെന്ന് പറയുന്നത് എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന തോന്നലാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല, എൻ്റെ ജീവിതത്തിൽ ആരുമില്ല. ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ എങ്കിലും ഉള്ളിൽ അനുഭവപ്പെടുന്ന ഫീലിംഗ് എന്താണ് എന്ന് പറഞ്ഞാൽ, ഉള്ളിൽ അനുഭവപ്പെടുന്ന വികാരം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല. അങ്ങനെ പറയുകയും ചെയ്യും. മറ്റൊരു വാക്കാണ് ഞാൻ ഈ ഭൂമിയിൽ ഭാരമാണ്. ഞാൻ ഈ ഭൂമിയിൽ ഭാരമായി, കുടുംബത്തിന് ഭാരമായി, ചുറ്റുപാടുമുള്ളവർക്ക് ഭാരമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ചിന്ത രൂഢമൂലമായിരിക്കും. അടുത്ത ചിന്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് വിഡ്രോവലാണ്. പിറകോട്ട് പിന്നിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു സ്വഭാവം, ഉൾവലിയുന്ന സ്വഭാവം എന്ന് നമുക്ക് പറയാം. ഡിപ്രഷൻ്റെ അങ്ങേയറ്റത്തിൽ നമുക്ക് ഈ സ്വഭാവം കാണുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിൽ നിന്നും, പൊതുമണ്ഡലങ്ങളിൽ നിന്നും, ജീവിതത്തിൻ്റെ പൊതുമേഖലകളിൽ നിന്നും പിന്നിലേക്ക് പോകുന്ന ഒരു സ്വഭാവം, ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായി, ആത്മഹത്യ പ്രവണത കൂടുമ്പോൾ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളെ വിട്ടൊഴിയുവാൻ, ഇത് എനിക്ക് ആവശ്യമില്ല. സാധാരണയായിട്ട് ചില ആൾക്കാർ അവരുടെ വൈകാരികമായി ബന്ധമുള്ള സാധനങ്ങളെ കൊടുക്കുവാനോ അടുത്ത ആൾക്ക് നൽകുവാനോ അല്ലെങ്കിൽ തൊടാനും പോലുമോ സമ്മതിക്കാറില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചിന്ത, ആത്മഹത്യ പ്രവണത കൂടുതലായി വരുമ്പോൾ എനിക്കിത് ആവശ്യമില്ല എന്ന് കരുതി എല്ലാ സാധനങ്ങളും, ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ദാനം ചെയ്യുവാൻ ഒരുക്കമായിരിക്കും. വേറൊരു ലക്ഷണമെന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കും. ഞാൻ ചത്തുകളയും, ഞാൻ ജീവിക്കില്ല. എന്നാൽ മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നവർ മരിക്കാൻ സാധ്യതയില്ല എന്നാണ്. എന്നാൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. അവർ ഒരു രക്ഷയ്ക്ക് വേണ്ടി ഒരു SOS സന്ദേശം പോലെ അവർ അയക്കുകയാണ്. അവർ പറയുകയാണ്, എന്നെ ആരെങ്കിലും സഹായിക്കൂ, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്നെ സഹായിക്കൂ എന്ന് ഇങ്ങനെയുള്ള പറയുകയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലൂടെ അവർ അങ്ങനെയുള്ളൊരു വികാരമാണ്, ചിന്തയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രേരണ കൂടുതലായി വരുമ്പോൾ, ആത്മഹത്യ പ്രവണത കൂടുതലായി വരുമ്പോൾ മാരകമായ വസ്തുക്കൾ, ശരീരത്തിന് ഹാനി ഉണ്ടാക്കുന്ന വിഷമോ അല്ലെങ്കിൽ മുറിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള ഒരുപാട് മാരക വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഒന്ന് പറയുന്നത്, സ്ത്രീകളാണെങ്കിൽ കുറച്ചുകൂടെ മാരക അനുഭവങ്ങൾ കുറഞ്ഞ വസ്തുക്കളാണ് സൂക്ഷിക്കുന്നത്. പുരുഷന്മാരാണ് മാരകമായിട്ടുള്ള ആത്മഹത്യ പ്രവണത കാണിക്കുന്ന വസ്തുക്കൾ കൂടുതലായി സൂക്ഷിക്കുന്നത് എന്നാണ്. വേറൊരു രീതി എന്ന് പറയുന്നത്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ മൂഡ് മാറുന്നത്, മൂഡ് സ്വിങ്ങിങ് എന്ന് പറയും. അതിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും, ഒരു ഊഞ്ഞാലാടുന്നത് പോലെ മുന്നിലേക്കും പിറകിലേക്കും അവരുടെ സ്വഭാവങ്ങൾ വളരെ പെട്ടെന്ന്, സാധാരണ മനുഷ്യർക്ക് മൂഡ് ചേഞ്ച് ആകാറുണ്ട്, ഇത് വളരെ പെട്ടെന്ന്, വളരെ വേഗം കോപത്തിലേക്ക്, വളരെ വേഗം ഡിപ്രഷനിലേക്ക്, വളരെ വേഗം വിഷാദത്തിലേക്ക്, അങ്ങനെ വളരെ വേഗം തന്നെ മൂഡ് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും കാണാനായിട്ട് നമുക്ക് കഴിയും.
അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റിസ്ക് ഒരുപാട് എടുക്കാൻ സാധ്യതയുണ്ട്. സാധാരണ മനുഷ്യർ റിസ്ക് എടുക്കാറുണ്ട്, പലപ്പോഴൊക്കെ റിസ്ക് എടുക്കാറുണ്ട്, ചിലർ റിസ്ക് എടുക്കാറേ ഇല്ല. എന്നാൽ ഈ പ്രവണത കൂടുതലായി വരുമ്പോൾ റിസ്ക് എടുക്കുന്നതിൻ്റെ അളവ്, ക്വാണ്ടിറ്റി ഒരുപാട് വർദ്ധിക്കും. ഒരുപാട് നമ്മൾ തന്നെ പ്രതീക്ഷിക്കും ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും മാരകമായ റിസ്ക് ഏറ്റെടുക്കുന്നത് എന്ന്. അപ്പോൾ അതൊരു പ്രവണതയുടെ ബഹിർസ്ഫുരണമാണ്, അല്ലെങ്കിൽ വെളിയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഈ ലക്ഷണം തുടർച്ചയായി കാണിച്ചാൽ അവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതൊരു തുടക്കമായിരിക്കാം. ഇങ്ങനെയുള്ള സാധ്യതകൾ കണ്ടാൽ നമ്മൾ അവരോട് സംസാരിക്കുക, പ്രിയപ്പെട്ടവരോട് സംസാരിക്കുക, അധികാരികളോട് സംസാരിക്കുക, അതൊരു നല്ല കാര്യമായിരിക്കും. നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ ഒരുപാട് പേരുണ്ട്, നമ്മുടെ വാക്കുകൾക്കായി ചെവിയോർക്കുന്ന, കാതോർക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണം കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, പക്ഷേ ശ്രദ്ധിക്കുക. ഇത് ആത്മഹത്യയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ചില ലക്ഷണങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. വളരെ അർത്ഥവത്തായതും നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു ടോക്കായിരുന്നു സുബിൻ അച്ഛൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. അതെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവയെ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. അടുത്ത് നമ്മുടെ കൊച്ചു കൂട്ടുകാർ കാത്തിരുന്ന സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണല്ലോ? സുഖാണോ? സന്തോഷമായിരിക്കുന്നോ? ഞാൻ സന്തോഷമായിരിക്കുന്നു. നമ്മുടെ കിറ്റി സന്തോഷമായിരിക്കുന്നു. അപ്പോൾ കിറ്റി നല്ല സന്തോഷവാനാണ്. അതുപോലെ നമ്മുടെ കൂട്ടുകാരെല്ലാം സന്തോഷവാന്മാരാണ്. എല്ലാവരോടും വലിയൊരു ഹായ് കൊടുത്തേ. ഹായ്. അപ്പോൾ കിറ്റി ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ കഥ പഠിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കഥ പഠിക്കുമ്പോൾ കഥ മാത്രമല്ല, കഥയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത്തരത്തിലൊരു കാര്യവും ഒരു കഥയും. ഒരിക്കലൊരു മനുഷ്യൻ ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു കേട്ടോ. കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് അത് അദ്ദേഹത്തിന് സൈക്കിളിലായിരുന്നു, അതുകൊണ്ടാണ്. കാറ് മേടിച്ചുകൂടെയെന്ന്. അപ്പോൾ ശരി, കാറും സൈക്കിളൊന്നുമില്ല, കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ, അതുകൊണ്ട് നടന്നു പോയത്. കഥ പറയാം. അപ്പോൾ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴുണ്ടല്ലോ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. സിംഹം വന്നോ എന്നാണ് ചോദിക്കണേ. സിംഹമൊന്നുമല്ല, നീ മിണ്ടാതിരുന്ന് കേൾക്കുക. കൂട്ടുകാർ കേൾക്കുന്ന കണ്ടില്ലേ, നിന്നെ അവർ കളിയാക്കും. കഥ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? ഒരു കുറുക്കനെ കണ്ടു. അതാണ് വലിയ കാഴ്ചയെന്ന്. അത് വലിയ കാഴ്ചയാണ്, ഞാൻ പറയാം. അപ്പോൾ ഒരു കുറുക്കനെ കണ്ടു. ആ കുറുക്കനുണ്ടല്ലോ ഒരു കാലില്ല. അയ്യോ കഷ്ടം. അപ്പോൾ ഒരു കാലില്ലാത്ത ഒരു കുറുക്കൻ. അപ്പോൾ ഈ കുറുക്കനെ കണ്ടപ്പോൾ ഒരു കാലില്ല, പക്ഷേ ആ കുറുക്കൻ നല്ല ആരോഗ്യവാനാണ്, നല്ല തടിച്ചു കൊഴുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലില്ലാത്ത കുറുക്കൻ എങ്ങനെയാണ് ഇത്രയും നല്ല പുഷ്ടിയോടെ ഇരിക്കുന്നത്? അവനെ ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? അവൻ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ആരോഗ്യവാനായിട്ടിരിക്കുന്നത്? കുറച്ച് നേരം ആ കുറുക്കൻ ഇങ്ങനെ ദൂരെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴുണ്ടല്ലോ ഒരു കടുവ. അങ്ങനെയാണ് കടുവയൊക്കെ ഗർജിക്കുന്നത് അല്ലേ? അപ്പോൾ കടുവ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കടുവ ഉണ്ടല്ലോ ഒരു ഇരയെ, ഒരു മാനിനെ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്നു. അതിനെ കൊന്നിട്ട് അതിനെ ഭക്ഷിക്കുകയാണ്. ഭക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് അതിന് വയറ് നിറയെ കഴിച്ചിട്ട് ബാക്കി ഈ കുറുക്കൻ്റെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് ആ കടുവ അങ്ങ് നടന്നുപോയി. കൊള്ളാലോ. അപ്പോൾ അദ്ദേഹത്തിന് അതിശയമായി. നോക്കുമ്പോൾ ഒരു കടുവയാണ്. ഒരു കടുവ ഒരു മാനിനെ പിടിച്ചിട്ട് അതിനെ ഭക്ഷിച്ചതിന് ശേഷം അതിൻ്റെ വയറ് നിറഞ്ഞതിന് ശേഷം ബാക്കി ഈ കുറുക്കന് കൊടുത്തിട്ട് പോകുന്നു. ഇങ്ങനെ പതിവായിട്ട് ആ കുറുക്കന് ഈ കടുവ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഈ മനുഷ്യന് ഭയങ്കര സന്തോഷം. മനുഷ്യൻ്റെ സന്തോഷം എന്താണെന്നറിയാമോ? മനുഷ്യൻ വിചാരിച്ചു, ഈ കുറുക്കനെ പോലെ ഞാനും ഒരു ദൈവഭക്തിയുള്ളവനായിട്ട് ഞാൻ ജീവിക്കാൻ പോവുകയാണ്. ദൈവം എത്ര കരുണയാണ് അവനോട് കാണിച്ചിരിക്കുന്നത്. ഇതാ ഒരു കടുവയാണ് അവന് കൊണ്ട് ആഹാരം കൊടുക്കുന്നത്. എന്നിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെപ്പോലെ ദൈവഭക്തിയുള്ളവനാകാൻ പോവുകയാണ്. അപ്പോൾ എനിക്കും ദൈവം ആവശ്യമുള്ളതെല്ലാം തരും. ഇപ്പം തരും, നോക്കിയിരുന്നോണം. അപ്പോൾ ഈ മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു കേട്ടോ. ബാക്കി പറയാം. അപ്പോൾ ഈ മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങനെ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് പോയി ഇരിക്കാൻ തുടങ്ങി. ഇരുന്നിട്ട് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസമായി 2 ദിവസമായി ആരും ആഹാരം കൊണ്ടുതരുന്നില്ല. ഇപ്പോൾ കൊണ്ടുതരുന്നു നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം മരിക്കാറായപ്പോഴത്തേക്കും ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ വലിയ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ കേട്ടു.
പറയാം. അതെന്താ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ അങ്ങയെ ആരാധിച്ചു കൊണ്ടല്ലേ ഇരിക്കുന്നത്. ആ കുറുക്കന്, കാലില്ലാത്ത കുറുക്കന് ഭക്ഷിക്കാൻ കൊടുക്കാമെങ്കിൽ അങ്ങേക്ക് എനിക്കും തന്നുകൂടെ, എനിക്കും ആഹാരം തന്ന് എന്നെ പരിപാലിച്ചുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, അതല്ല, നീ കുറുക്കനെയല്ല മാതൃകയാക്കേണ്ടത്, ആ കഴിവില്ലാത്തവനായ അല്ലെങ്കിൽ ആ ഒറ്റക്കാല് ഇല്ലാത്ത ആ കുറുക്കനെയല്ല നീ മാതൃകയാക്കേണ്ടത്. നീ മാതൃകയാക്കേണ്ടത് ആ പുലിയെയാണ്, ആ കടുവയെയാണ് നീ മാതൃകയാക്കേണ്ടത്. എന്തുകൊണ്ട് നിനക്ക് കടുവയെ മാതൃകയാക്കാൻ കഴിയുന്നില്ല എന്ന് ദൈവം ആ മനുഷ്യനോട് ചോദിച്ചു. അപ്പോഴാണ് ആ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ കഥയിലൂടെ ഒരു കാര്യം പഠിക്കുന്നുണ്ടല്ലേ. എന്താണെന്നറിയാമോ? നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് അല്ലേ. നമുക്ക് ലഭിക്കുന്ന, നമുക്ക് ഇഷ്ടമായതിനെ നമ്മളിങ്ങനെ പിൻപറ്റാൻ ശ്രമിക്കും അല്ലേ. മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് നന്മ പകരുന്ന കാര്യങ്ങളെ പിൻപറ്റാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറില്ല. ഇങ്ങോട്ട് കിട്ടണം അല്ലേ, മറ്റുള്ളവരിലൂടെ നമുക്ക് കിട്ടണം. അതല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവർക്ക്, അതായത് ഇപ്പോൾ കുറുക്കനൊരു കാലില്ല അല്ലേ, അവനും ഓടിച്ചിട്ട് മൃഗങ്ങളെ പിടിക്കാനായിട്ട് അവന് കഴിയില്ല, ഭക്ഷിക്കാൻ അങ്ങനെ ഓടിച്ച് പിടിച്ച് ജോലി ചെയ്ത് കഴിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അവനെ സഹായിച്ചത് ഈ ആരോഗ്യമുള്ള ഒരു കടുവയായിരുന്നു. ഓടിച്ചിട്ട് ഇരയെ പിടിച്ച് കീഴ്പ്പെടുത്താനൊക്കെ കഴിയുന്ന കടുവയായിരുന്നു. നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ, നമ്മൾ കഴിവുള്ളവരായിരിക്കുമ്പോൾ, നമ്മൾ ആ കഴിവും ആരോഗ്യവും എല്ലാം മറ്റുള്ളവർക്ക് കൂടെ നന്മ പകർന്നു കൊടുക്കാനായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ആ കഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാതൃക, നല്ല മാതൃക പിൻപറ്റുന്നവരാകണം. യേശു കർത്താവ് നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു. എന്തെന്നറിയാമോ? നിൻ്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല മാതൃക മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടല്ല, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല മാതൃക, അത് എനിക്ക് ലഭിക്കുമെന്നുള്ള ചിന്തയോടുകൂടെ അല്ല, പകരം അവർക്ക് നന്മയുണ്ടാകണമെന്ന ചിന്തയോടെ കൂടെ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല മാതൃകയുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ, വളരുവാൻ കഴിയട്ടെ. അപ്പോൾ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ കഥയിൽ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഞാൻ ഒരു അവസാനത്തിൽ യേശു അപ്പച്ചൻ പറഞ്ഞൊരു വചനം പറഞ്ഞു അല്ലേ. എന്താണ്? വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത്. അപ്പോൾ അത് ഏത് പുസ്തകം? എത്രാമത്തെ അധ്യായം? എത്രാമത്തെ വാക്യം? ഇതല്ലേ? എത്രാമത്തെ വാക്യം? ഇത് തന്നെയാണ്. അപ്പോൾ കണ്ടുപിടിച്ച് ഉത്തരം എഴുതി അറിയിക്കുക. സമ്മാനമുണ്ട്. ഓക്കെ, ബൈ ബൈ. നമ്മുടെ കുട്ടിയോളും ഞാനും എന്ന സെഗ്മെന്റ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അങ്കിള് ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം എത്രയും വേഗം ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരാനുള്ള ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഒക്കെ ഞങ്ങളുടെ പ്രോഗ്രാമിന് അവസാനം നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ശരി ഉത്തരം അയക്കുന്ന കൂട്ടുകാർക്ക് സമ്മാനവും ലഭിക്കുന്നതാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവസന്നിധി, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിലേക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല കർത്താവേ, തൊഴിലുകൾ കർത്താവെ ഭാരപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മരുഭൂമിയുടേതായ വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി അവിടെയൊക്കെയും കർത്താവ് തൊഴിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് കർത്താവ് ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കാതെ അവരെ ഭാരപ്പെടുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവർക്ക് തൊഴിലുകളെ നൽകി കർത്താവ് ആവശ്യമായ നിലയിൽ അവരവിടെ നിന്ന് പരിപോഷിപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം അവരെ മേൽ നിറവേറുവാൻ ദൈവം സഹായിക്കണമേ. ഭാര്യയും മക്കളെയും ഭവനത്തെയും ദേശത്തെയും രാജ്യത്തെയൊക്കെ ഉപേക്ഷിച്ച് കടന്നുപോയിരിക്കുന്ന അവിടെ യാത്രകളെ കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിലും ഭാരപ്പെടുവാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ കർത്താവേ സ്തോത്രം, കർത്താവ് നന്മകളെ കണ്ട് അവരനുഭവിച്ച് കർത്താവെ മടങ്ങി വരുവാൻ തക്കവണ്ണം നീ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവർ പോയ വഴികളിൽ, അവർ വിമാനയാത്രകളിൽ കർത്താവെ ഒക്കെയും നീ അവിടെ നിന്ന് കൂടെ ഇരുന്ന് അവിടെ വഴി നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നല്ല തൊഴിലുകൾ അവർക്ക് ലഭിപ്പാൻ തക്കവണ്ണം നീ മനസ്സലിഞ്ഞ് കർത്താവ് അവരോട് കൃപ കാണിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലുകൾ ലഭിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും ആശീർവാദത്തോടും കഴിയുവാൻ തക്കവണ്ണം കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും
ഉത്തരങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.